എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ വേദി പങ്കിടാൻ അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പിന്നെ ഞാനിവിടെ എൻ്റെ റിലേറ്റീവ് മുഖേനയാണ് ഷാജി എന്ന അനിയത്തിനെ പരിചയപ്പെടുന്നതും അങ്ങനെ ഞാൻ ഈ ക്ലാസ്സിന് വരുന്നത്. പിന്നെ ഈ ക്ലാസ് ഞാൻ റിലേഷൻ സൈക്കോളജി പഠിക്കാനെന്നുള്ളതിലാണ് ഞാൻ വന്നത്. പക്ഷേ അത് ചൈൽഡ് സൈക്കോളജി ആയി. എന്തായാലും രണ്ടിനും ഉപകാരപ്പെടും. പിന്നെ സാറിൻ്റെ ഹലീം സാറിൻ്റെ ക്ലാസ് ഹലീം സാറിൻ്റെ ആ വോയിസ് തന്നെ വളരെ ശാന്തമായ രീതിയിലുള്ള വോയിസും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള വോയിസാണ്. വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്. താങ്ക് യു. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, അമ്മയാകുന്നതിനെക്കാളും അച്ഛനാകാൻ മുന്നേ ഈ ചൈൽഡ് സൈക്കോളജി പഠിച്ചിരിക്കാൻ നിർബന്ധമാണ്. അത് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം, അത് മസ്റ്റാണ്. പിന്നെ ഞാൻ ഈ ക്ലാസ് കേട്ടതിന് ശേഷം എൻ്റെ അടുത്ത്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല, ഞാനൊരു പാലിയേറ്റീവിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഹോം കെയർ ആയിട്ട് പോകുന്ന ഒരാളാണ്. പല രോഗികളും അവരുടെ ഈ പറഞ്ഞ പോലെ അവരെ പരിചരിക്കുന്ന ആൾക്കാരും ബന്ധം, അപ്പോൾ അവരൊക്കെ ഒരേ പ്രശ്നങ്ങളൊക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ക്ലാസ്സിന് ചേരാൻ തന്നെ ഇതായത്. അങ്ങനെ അപ്പോൾ അന്നപ്പോൾ അത് വളരെ ഉപകാരപ്പെട്ടൊരു ക്ലാസ്സായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന സാറിൻ്റെ ഒരു സൈക്കോളജിസ്റ്റ് എന്താണ് അറിഞ്ഞിരിക്കേണ്ട മെത്തേഡ് എന്ന് അതിലൊരു ക്ലാസ്സിന് സാറ് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവളെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ കേട്ട്, പിന്നെ ഏട്ടതൊക്കെ അവരെല്ലാം തെറ്റ്, പക്ഷെ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ആ മാറ്റം, അങ്ങനെ നമ്മളെല്ലതും അംഗീകരിച്ച് കൊടുത്ത് അവർ വീട്ടിൽ പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ ഭർത്താവ് വിളിച്ച്, നിങ്ങളടുത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയൊരു മാറ്റം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു, അത് മാറ്റം വരും, അവളൊന്ന് കേൾക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് വന്നു, ആ ക്ലയൻറ്റ്. ഞാൻ വെറൊരു വീട്ടമ്മയായിട്ടാ, ഞാനൊരു സൈക്കോളജി ചിലപ്പോഴും ഇത് എടുത്ത് പറയണം. അപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റാന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ അംഗീകരിക്കാൻ ഒരാളില്ല, എന്നെ കേൾക്കാൻ ഒരാളില്ല. അതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് അത് എന്നെ കേട്ടതും അത് അംഗീകരിച്ചു. ഇപ്പം എൻ്റെ പ്രശ്നം, എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭർത്താവിൻ്റെ മക്കളും അത് ഉൾക്കൊണ്ടപ്പോൾ ഞാനത് തിരുത്താൻ ഞാൻ ശ്രമിച്ചു. അത് എന്തുകൊണ്ട് സാറിൻ്റെ ആ ഒരൊറ്റ ക്ലാസ്, സൈക്കോളജിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട മെത്തേഡിൽ ഒരു മെത്തേഡ് ഞാനത് അവളിലൂടെ ഞാൻ കൊടുത്തതാണ്. വളരെ നന്ദി. എല്ലാവർക്കും നമസ്കാരം.